രാഷ്ട്രീയ നേതാക്കളിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു നേതാവാണ് BJP തിരുവനന്തപുരം മേയർ വി രാജേഷ്. അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വപരമായ പെരുമാറ്റവും പ്രതിപക്ഷ ബഹുമാനവും ഒപ്പം കർശനമായ ആ ഒരു നിയമ വ്യവസ്ഥയോടുള്ള കർശന നിലപാടും ഏറെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. കരാറുകാർക്ക് മൂക്ക് കയറിയിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രകടനം. എന്താണ് അദ്ദേഹത്തിന് കരാറുകാരോട് പറയാനുള്ളത്? അഴിമതിക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തറപ്പിച്ചു പറയുകയാണ്. എന്നാൽ മനുഷ്യത്വപരമായ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഒപ്പമുണ്ട് എന്നും ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അത് പറ്റില്ലല്ലോ. മേയറെന്നുള്ള നിലയ്ക്ക് എന്റെ സഹപ്രവർത്തകരെ, കൗൺസിലർമാരെ, ജനങ്ങൾ തെരഞ്ഞെടുത്തവരെ അഡ്രസ് ചെയ്യാതെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു ഭരണസമിതിക്ക് എങ്ങനെ മുന്നോട്ട് സാധിക്കും? അപ്പൊ കൗൺസിലറൊക്കെ ഈ വാർഡിൽ യാതൊരു കാര്യവുമില്ല, ഞങ്ങളും കുറച്ച് ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ വാർഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ആ ധാരണ അസ്ഥാനത്താണ്. മോണിറ്ററിംഗ് കമ്മിറ്റി വരും, മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ചെയർമാൻ ഉണ്ടാകും. പിന്നെ ചിലർ ചിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ആശങ്ക ഉണ്ടാവണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശങ്ക ഇല്ലെന്നേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശങ്ക മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് വരില്ലേ. അങ്ങനെ ആശങ്ക ഉണ്ടാവുമെങ്കിൽ വന്നാൽ മതി, നമുക്ക് ചർച്ച ചെയ്യാന്ന്. ആ ആശങ്ക ഉണ്ടാവില്ല. ഒരു കോൺട്രാക്ടർക്കും അങ്ങനെ ആശങ്ക ഉണ്ടാവില്ല. അങ്ങനെ ആശങ്ക ഉണ്ടാവുന്നതാണ് അങ്ങനെ ഒരു ഘടകം നിങ്ങൾ വെച്ചു തരൂ. അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊന്ന് വിഷമം തോന്നരുത്. ഈ നിയമം നാട്ടിലുള്ളത് നടപ്പിലാക്കാൻ എല്ലാ നിയമവും ഒറ്റയടിക്ക് നടപ്പിലാക്കി ഇരുമ്പ് ചട്ടയ്ക്കുള്ള ആക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അധികാരവും നിയമവും വളരെ കുറച്ചേ പ്രയോഗിക്കാവുള്ളൂ. നിവർത്തിയില്ലാത്ത സ്ഥലത്ത് മാത്രമേ പ്രയോഗിക്കാവുള്ളൂ. പക്ഷേ നിവർത്തി കിടന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞ് മുന്നോട്ട് വർക്ക് തീർക്കാതെ മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കോൺട്രാക്ടർമാരെ, നമുക്ക് നടപടിയിലേക്ക് പോവുകയാണ്. എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം വർക്ക് ചെയ്യാതെ പൂർത്തിയാക്കാതെ മുന്നോട്ട് പോകുവാനാണ് ഭാവമെങ്കിൽ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് വളരെ വിനയപുരസരം പറയുകയാണ്. നിവർത്തികേടുകൊണ്ട് പ്രതിപക്ഷത്തായിരുന്നപ്പോഴേക്കും ഒരു വനിതാ കൗൺസിലറുടെ നിരന്തരമുള്ള വേദനയും കണ്ണുനീരും കണ്ടുകൊണ്ട്, ഒരു കോൺട്രാക്ടറുടെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടുകൊണ്ട് ഭരണസമിതി വന്നതിന് ശേഷം ആ കോൺട്രാക്ടറെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ തീരുമാനിച്ചു. ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ വേണ്ടിയുള്ള ചർച്ച ആരംഭിച്ചപ്പോൾ കോൺട്രാക്ടർ അറിഞ്ഞു. പിന്നെ ഈ നാട്ടിലുള്ള പ്രധാനമന്ത്രി വഴി എല്ലാ നേതാക്കന്മാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇന്നസെന്റ് ചോദിച്ചുള്ള കുറച്ചുകൂടെ നേരത്തെ പുറപ്പെടണോ, ഞാൻ വർക്ക് ഇന്നലെ ചെയ്യണോ, താറ് കുറച്ചുകൂടെ കൂടുതലെങ്കിലോ എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് ഞാൻ കോട്ട വിട്ടിട്ട് ഡയസിൽ കയറുന്നതിന്റെ ആ നിമിഷം വരെ ആ അജണ്ട മാറ്റിയിരിക്കണമെന്ന് പറഞ്ഞു. എത്രത്തോളം അജണ്ട മാറ്റിയിരിക്കണമെന്ന് പറഞ്ഞു, അത്രത്തോളം ആവേശത്തിൽ അദ്ദേഹത്തെ കരിമ്പട്ടി കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മനസ്സാക്ഷിക്കുത്തിന്റെ ആവശ്യമില്ല. അവിടെ എന്തിനാണ്? കാരണം ആ വനിത, ആ കൗൺസിലർ രാത്രി ഉറക്കമില്ലാതെ 2023, 2025, 2024 ഈ ഒരു റോഡ് ടാർ ചെയ്യിക്കാൻ വേണ്ടി ആ കൗൺസിലറെ നിരന്തരം വിളിച്ച് അവർ കരഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ കണ്ടാ നേരത്തെ കണ്ടതാ. അങ്ങനെ ഒരു ടീം വരുന്നപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാ എന്തിനാ അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യം, എന്തിനാണ് അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? അപ്പൊ എന്തിനാ കാല് പിടിക്കണത്? എന്തിന് മേയറത്തോടുമ്പോ എന്നിട്ട് ഒരു ബില്ല് പാസ്സാക്കാൻ തൊഴേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങളുടെ അവകാശമാണ്, അത് എന്റെ ഔദാര്യമൊന്നുമില്ല. ഞാൻ ചെയ്ത് കൊടുക്കാൻ എന്റെ ഉത്തരവാദിത്തമാണ്. ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെയാണ് തൊഴേണ്ടത്. അപ്പൊ അവസ്ഥ പറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏത് സമയം തീരുമാനിച്ചാലും അടുത്ത ആക്ഷനിലേക്ക് ഞങ്ങൾ പോകും. അവിടെ പിന്നെ വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. പല പോയിന്റുകളും ഇതിൽ സംസാരിക്കണമെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ സെലക്ഷൻ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് വൈകുന്ന എന്നുള്ള പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെലക്ഷൻ നോട്ടീസ് പലരും കൈപ്പറ്റാനും താമസിക്കുന്നു പറയുന്നുണ്ട്. കാരണം കൈപ്പറ്റായിരുന്നാൽ പിന്നെ കുറച്ചുകൂടെ നീണ്ടു കിട്ടുമല്ലോ. ഇല്ല, കൈപ്പറ്റിക്കാൻ വേണ്ടി നിയമപരമായിട്ട് എന്ത് ചെയ്യാന്ന് ഞങ്ങൾ ആലോചിക്കും. സെലക്ഷൻ നോട്ടീസ് മനഃപൂർവ്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ ഉദ്യോഗസ്ഥ തലത്തിൽ ഞങ്ങൾ അവരോട് സംസാരിക്കാം, അല്ലെങ്കിൽ അവരോട് അതിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. വർക്ക് ഓർഡർ ഇതൊക്കെ ഡിലേ വരുത്തുന്ന ചില പരിപാടികളുണ്ട്. മറ്റൊന്ന്, ചെയ്തു പോകുന്ന സമയത്ത് റിവേഴ്സ് എസ്റ്റിമേറ്റ് മിക്കവാറും വരും. കാര്യം കൗൺസിലർമാര്, ഞാൻ ഉൾപ്പെടെയുള്ള എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം തുടങ്ങുമ്പോഴേക്ക് അപ്പുറത്തൂടെ 5 മീറ്റർ, അത് സ്വാഭാവികമാണ്. അവർ ജനപ്രതിനിധികളാകുമ്പോഴേക്ക് വോട്ട് കിട്ടുന്ന മേഖലയിൽ നിന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല. അപ്പൊ റിവേഴ്സ് എസ്റ്റിമേറ്റിന്റെ കൂടെ നമ്മൾ പരിശ്രമിക്കും. അപ്പൊ ഈ എല്ലാ കൗൺസിലർമാരും എന്റെ അടുത്ത് വരും, മുൻമേരെടുത്ത് പോകും. ചിലർക്കൊക്കെ നമ്മൾ കണ്ണടക്കേണ്ടി വരും. പക്ഷേ ചെയ്യണമെന്ന് പറയുന്നില്ല. അതൊക്കെ ചെയ്യാനായിട്ട് അനുവാദമുള്ള കാര്യം തന്നെ. ദയവേത് അതിന്റെ പേരിൽ ഏൽപ്പിക്കരുത്. എടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ കൂടെ നിന്ന് ജീവനക്കാരുടെ വർക്ക്ലോഡ് ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നല്ല ജീവനക്കാരുണ്ട്, അവർക്കൊക്കെ നല്ല വർക്ക്ലോഡ് ഉണ്ട്. നിങ്ങൾ തന്നെ പരമാവധി വേഗത്തിലാക്കി നവംബർ കൊണ്ട് നമുക്ക് വർക്ക് പൂർത്തിയാക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ അടുത്ത ഘട്ടം
തന്നെ നമുക്ക് എളുപ്പത്തിലാക്കാൻ സാധിക്കും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏകദേശം കാര്യങ്ങളൊക്കെ വന്നു. ഇതിനപ്പുറം ഇനി പറയേണ്ട കാര്യം എല്ലാവരും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ഭരണസമിതിയുടെ പോളിസി നിലപാടും എന്താണെന്ന് ബോധ്യമായി കഴിഞ്ഞു. ഞാൻ പറയുന്നതിന് കാരണമുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപ ഇവിടെ വർക്കാണ് ചെയ്തിട്ട് പൂർത്തിയാക്കി കിടക്കുന്നത്. 100 കണക്കിന് കോടി രൂപയുടെ കെട്ടിടങ്ങളാണ് ഈ കോർപ്പറേഷനിൽ പണി പൂർത്തിയാക്കിയിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം 100 കണക്കിന് കോടി രൂപ അവിടെയും ഇവിടെയും കോൺക്രീറ്റ് കുഴച്ചിട്ട് കെട്ടിടങ്ങൾ കെട്ടി ചിലർക്ക് AC വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കാതെ അങ്ങനെ ഒരു നാടിന് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? അങ്ങനെ നമ്മൾ ഒരു രൂപ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ എത്രയോ പേര് ഇപ്പൊ കുട്ടികൾക്ക് ബാഗ് കൊടുത്ത് മേയർ കെയർ പദ്ധതിയിൽ എന്ത് ഈശ്വരാനുഗ്രഹം കിട്ടിയവരാണെന്നറിയാം. ഓരോ കുട്ടികൾ വാങ്ങിച്ചുകൊണ്ട് ഓരോ 1000, 1200 ബാഗും കിറ്റുകൾ നമ്മൾ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ജനങ്ങൾ പണമില്ലാതെ നരയിക്കുമ്പോഴേക്കും നമുക്ക് ഹൃദയമുള്ള ആർക്കാർ ഇങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു? കോർപ്പറേഷന്റെ അസറ്റ്, കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് പാഴായി പോവുകയാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ബോർഡുകൾ ലേലം കൊടുക്കുന്ന പരിപാടിയുണ്ട്. അല്ല, ഈ ബോർഡിന് ടാക്സ് പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കൊടുത്തില്ല. അപ്പൊ പലപ്പോഴും പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ തടാക സ്ഥാപനങ്ങളുടെ ബോർഡ് വെച്ചേക്കണെങ്കിൽ ഒരെണ്ണം വയ്ക്കാം, ബാക്കിയുള്ളതിന് നിശ്ചിത നികുതി കൊടുക്കണം. അതിന് കോർപ്പറേഷൻ സാധാരണ ടെൻഡർ ചെയ്യുകയും ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ 42 ലക്ഷം രൂപയ്ക്കായിരുന്നു ഒരു വർഷം പിടിച്ചിരുന്നത്. അവര് സ്റ്റാഫിനെ വെച്ച് പണം ചെലവാക്കി പിടിക്കും. അപ്പൊ പലരും പറഞ്ഞനുസരിച്ച് അതിനെ വീണ്ടും ടെൻഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ ആ വിഷയം വന്നു. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാപനങ്ങളൊക്കെ തന്നെ, വാടക കൊടുത്ത സ്ഥാപനങ്ങളൊക്കെ തന്നെ വീണ്ടും ലേലം ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഇന്നലെ നമ്മളൊരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. 40 ലക്ഷം സാധാരണ 10% കൂട്ടി 44 ലക്ഷം രൂപയാവും. ടെൻഡർ ചെയ്തപ്പോഴേക്കും വേറെ ഒരു പരിശ്രമവും ഇല്ല. ടെൻഡർ ചെയ്തപ്പോൾ ഇന്നലെ പോയ എത്രയാണെന്ന് അറിയാമോ? 1 കോടി 5 ലക്ഷം. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നലെ ചെയ്തപ്പോഴേക്കും 1 കോടി 5 ലക്ഷം രൂപയ്ക്കാണ് പോയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അങ്ങനെ ഒരു പരിശ്രമം നടത്തായിരുന്നുവെങ്കിൽ കോർപ്പറേഷന് കിട്ടേണ്ട ഏകദേശം 50-55 ലക്ഷം രൂപ കഷ്ടപ്പെട്ടു പോയാൽ 44 ആവും. എത്ര കൂട്ടിയാലും നമ്മുടെ പരമ്പരാഗത സിസ്റ്റം അനുസരിച്ച് 40-44 ആവും. 10% കൂട്ടിയിട്ട് 44, 5 44 കുറച്ച് നോക്കൂ. അപ്പൊ കോർപ്പറേഷൻ എത്രയാ? 56. ഒന്ന് ആലോചിച്ച് നോക്ക്. 56 ലക്ഷം 40 ലക്ഷം രൂപ കൊടുത്തോണ്ടുന്നത് ഒറ്റയടിക്ക് 50-60%, 50 100%, 100%, 100% കൂടുതൽ വർധനമാണ്. ആലോചിച്ച് നോക്കിയാ. ഞാൻ ചോദിക്കട്ടെ, ഇത്രത്തോളം അസറ്റുള്ള ഒരു കോർപ്പറേഷൻ എങ്ങനെ പോയാൽ മതിയാവോ? ഈ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഒരുപാട് പറയാൻ കാണിച്ചില്ല. അവർ ഒരുപാട് ലേലം നടത്തിയില്ല. എല്ലാം തുക കൂടുതൽ കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ചിലര് ബുദ്ധിപൂർവ്വം എടുപ്പുണ്ട്, വിളിക്കാതിരിപ്പുണ്ട്, എല്ലാവരും കൂടെ ചേർത്തിട്ട് ഇരിപ്പുണ്ട്. അത് ഹോസ്പിറ്റലിൽ ഒരു ബെഡ് കാരണം നോക്കാം. നമുക്ക് അങ്ങനെയൊക്കെ റിപ്പോർട്ട് എടുത്തിട്ട് പോകില്ല. അത് നമുക്ക് നോക്കണ്ടേ? കോർപ്പറേഷൻ താറ്റി വയ്ക്കാമല്ലോ. കോർപ്പറേഷൻ ഒരു പോയിന്റ് ഓഫ് സർവീസ് മെഷീനും വെച്ചിട്ട് പാവങ്ങളുടെ 10 പേർക്ക് ജോലിയും കൊടുത്ത് അതും കൂടെ തൊടുത്ത് കിട്ടിയാൽ മതി. കിട്ടാനാവുന്നുണ്ടല്ലോ. അങ്ങനെ ഓഫറിൽ എടുക്കാത്തതല്ല, എല്ലാവരും വന്നിരുന്നു. എല്ലാവരും വന്ന് എല്ലാ വിലാളികരന്മാരും വന്ന് ചുറ്റിക്കണക്കി നോക്കിയിട്ട് കോർപ്പറേഷൻ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാനില്ലാത്തത് കിട്ടുന്ന എല്ലാ ബോണസ് എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷൻ സ്വത്തായിട്ടൊക്കെ പിടിക്കാതെ ഒരു മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോർപ്പറേഷൻ അക്കൗണ്ട് ബാങ്കുകാരാണെന്ന് കയറി ഇറങ്ങി യാതൊരു ചെറിയ അക്കൗണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് തന്നെ മെഷീൻ കൊണ്ടുവരും. നമ്മൾ യൂണിഫോമായിട്ട് നാലിനെ പോസ്റ്റ് ചെയ്താൽ പോലെ നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ. അപ്പൊ ഇന്നലെ നടന്ന ഒരു ചെറിയ സംഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ജനറൽ പോളിസി എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോ സംഘടനകളുണ്ട്, കോൺട്രാക്ടർമാരുടെ സംഘടന, നിരവധി സംഘടനാ നേതാക്കന്മാർ എന്നെ കാണാൻ വന്നു. നല്ല സംഘടനാ പാരമ്പര്യം, പൊതുപ്രവർത്തന പാരമ്പര്യം ഉള്ളതൊക്കെ തന്നെയാണ്. അവരെ ബഹുമാനിക്കുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു. ഇനിയും ശക്തമായ സംഘടനാ പ്രവർത്തനം കോൺട്രാക്ടർമാരുടെ ഇടയിൽ നടക്കണം. പുതിയ പുതിയ സംഘടന ഉണ്ടാകണം. പുതിയ പുതിയ കോൺട്രാക്ടർമാർ നമ്മുടെ നാടിന്റെ പല ഭാഗത്തുനിന്നും ഇതിലേക്ക് വരണം. ഇപ്പോഴുള്ള കോൺട്രാക്ടർമാർ ഒരുപാട് കാര്യം ഇവിടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജോലി ചെയ്ത കോൺട്രാക്ടർമാർ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിന് മുകളിലാണ് ഞങ്ങളൊക്കെ ഇന്നിരിക്കുന്നത്. അത് നിങ്ങൾ അവർക്ക് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മാനസികമായ എല്ലാ പരിഗണനയും നൽകാം. മേയറായതിനു ശേഷം വിവാഹം പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്, അസുഖമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാ കത്തുകളും, എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള എല്ലാ കത്തുകളും ഓൺ ഫണ്ട്, അവർ പറയുന്ന തരത്തിൽ, ഓൺ ഫണ്ട് ആണെങ്കിൽ ഓൺ ഫണ്ട്, അതുപോലെ തന്നെ മറ്റു തരത്തിൽ ഏതെങ്കിലും സ്പീഡൊക്കെ വേണം, എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ മാനുഷികപരമായിട്ടുള്ള എന്ത് കാര്യം നിങ്ങൾ വന്നു കഴിഞ്ഞാലും ചെയ്തു തരാൻ വേണ്ടി 100% ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. എവിടെയെങ്കിലും നിങ്ങളുടെ അനാവശ്യമായിട്ട് കൗൺസിലർമാർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരാൻ തയ്യാറാണ്. അങ്ങനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. 1-2 കാര്യങ്ങൾ കൂടിയുള്ളത്. ഇപ്പോൾ ടാറിന്റെ വില കൂടിയിട്ടുണ്ട്. അത് കൗൺസിൽ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ശബരിനാഥൻ UDF പാർലമെന്ററി പാർട്ടി വിഷയം ഉന്നയിച്ചു. ഞങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട
മുഖ്യമന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ ശ്രദ്ധയിൽ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സംസ്ഥാനത്ത് എമ്പാടുമുള്ള ഒരു പ്രശ്നമാണ്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെ ഗവൺമെന്റ് സ്വീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇരട്ടിയിൽ കൂടെ ആയിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എഗ്രിമെന്റ് വെച്ച വർക്കുകളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഡിലേ വരുത്തി പോകാൻ സാധിക്കും. ഇങ്ങനൊരു ക്രൈസിസ് വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാവരും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കോവിഡ് ഒന്നും എല്ലാവരും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് ആ ലോക്ക്ഡൌണിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം? യുദ്ധം വന്നു, യുദ്ധം നമ്മൾ അവസാനിക്കില്ല. പക്ഷേ യുദ്ധ സാഹചര്യത്തിൽ കൊണ്ട് എങ്ങനെ ജീവിക്കാം? നമ്മൾ അങ്ങനെ റീമേക്ക് ചെയ്തു. അപ്പോൾ ടാറിന്റെ വില കൂടിയെന്ന് ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ എഗ്രിമെന്റ് വെച്ചപ്പോഴേക്കും ടാറിന്റെ വില കൂടിയിരുന്നില്ല. നിങ്ങൾ പലരും എഗ്രിമെന്റ് കഴിഞ്ഞ വർക്കാണിത്, പീരീഡ് കഴിഞ്ഞ വർക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഗവൺമെന്റിന്റെ മുമ്പാകെ ഞങ്ങൾക്ക് എടുക്കാൻ പോളിസി എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ലത്, വിഷയമല്ല. ഗവൺമെന്റിന് മുമ്പാകെ ആ വിഷയം അവതരിപ്പിക്കുക, ഗവൺമെന്റ് തീരുമാനം എടുക്കണം. പക്ഷെ ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് വർക്ക് ഡിലേ വരുത്തി പോകുന്നതിനെ കുറിച്ച് പുനർചിന്തനം നടത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്ന്, ഏറ്റവും ജെന്യൂനായിട്ടുള്ള കേസുകളിൽ, അതായത് മരാമത്ത് കമ്മിറ്റിയും കൗൺസിലും കണ്ട് മാത്രമേ ടൈം എക്സ്റ്റൻഷൻ അനുവദിക്കാൻ പറ്റുള്ളൂ. ടൈം എക്സ്റ്റൻഷൻ ഏതെങ്കിലും ഒരു ചെയർമാനെയോ അല്ലെങ്കിൽ മേയറെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെയോ വന്ന് കണ്ടിട്ട് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങാം എന്നാണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഒരു ടീമിൽ ചർച്ച ചെയ്ത് മരാമത്ത് കമ്മിറ്റി ചർച്ച ചെയ്ത് കൗൺസിലിന്റെ മുമ്പാകെ വന്നതിന് ശേഷമല്ലാതെ കൗൺസിലർമാർ അറിയട്ടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ നിർവാഹമില്ല. അത് ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമാണ്. പാർട്ട് ബില്ല്, ചില കരാറുകാര് പാർട്ട് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വർക്ക് അങ്ങനെ ചെയ്യില്ല. പാർട്ട് ബില്ല് മാറും, അപ്പൊ പാർട്ട് ബില്ല് മാറിയിട്ട് വർക്ക് ചെയ്യാത്തവരെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഞങ്ങൾ ആലോചിക്കും. അതിന് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. പാർട്ട് ബില്ല് വാങ്ങിയ വലിയ ആവേശം കാണും. പാർട്ട് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ കൗൺസിൽ കേട്ടോളം ബാക്കിയില്ല തന്നെ, അത് വിട്ടുകൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ചുള്ള വർക്ക് എടുക്കാത്ത ഉണ്ടാക്കുന്ന അപകടത്തെ കുറിച്ച്, മോണിറ്ററിംഗ് സെല്ലിനെ കുറിച്ച് പറഞ്ഞു. ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. മരാമത്ത് വർക്കിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. സർക്കാർ നിശ്ചയിക്കുമ്പോഴേക്കും ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് അത് ലാഭം അതിലുണ്ടാവും. അങ്ങനെ ലാഭം കിട്ടില്ല എന്നുള്ള വർക്കുകളൊന്നും എടുക്കണ്ട. ക്വാളിറ്റി ഉറപ്പുവരുത്തി, അല്ല ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഉള്ള ലാഭത്തിനെ കുറിച്ചല്ല സർക്കാർ പറയുന്നത്. ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കണം. അതുകൊണ്ട് കാരണം ലാബ് ടെസ്റ്റിന് പോകും. ലാബ് ടെസ്റ്റിന് പോയിട്ട് അത് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ വിജിലൻസ് അന്വേഷണത്തിന് പോകും. ദയവ് ചെയ്ത് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവരുത്. കോൺട്രാക്ടർമാർ എവിടെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല, മനഃപൂർവ്വം അവരറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരുപക്ഷെ അന്വേഷണം പ്രതീക്ഷിക്കാതെ ആയിരിക്കും വീഴ്ന്നിട്ട് ഒരു ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ക്രൂരമാണ് ആ കാട്ടിയത്. ആ കാണിച്ചവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി നിയമം നൽകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കൃത്യമായിട്ട് 4 കൊല്ലം കഴിയുമ്പോഴേക്കും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന, തലയിൽക്കൂടി വീഴുന്ന കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിച്ചയാൾ ഈ പ്രവൃത്തിയിൽ ചെയ്യാൻ വേണ്ടി യോഗ്യനാണോ ഇല്ലേ എന്നുള്ള കാര്യം നിയമ സംവിധാനങ്ങൾ ചർച്ച ചെയ്യട്ടെ. അതിന്റെ വഴിക്ക് വിട്ടുകൊടുക്കുന്നു. അത് കൗൺസിലിന്റെ തീരുമാനത്തിൽ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന നടപടി ഉണ്ടാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുകയാണ്. പറയാൻ വന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജീവനക്കാരും കോൺട്രാക്ടർമാരും നമ്മുടെ പരസ്പരമുള്ള ബുദ്ധിമുട്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നേരത്തെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞതുപോലെ സൗഹൃദ അന്തരീക്ഷത്തിൽ നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം. നവംബർ മാസത്തിൽ ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രത്യേകിച്ച് യോഗം ചേർന്നിട്ട് എസ് യോഗത്തിനെ വളരെ മുൻകൈ എടുക്കുന്നുണ്ട്. എനിക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ലെയർ ജീവനക്കാരുമായിട്ടാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. വളരെ തൃപ്തികരമായിട്ടുള്ള, വളരെ ഇഫക്റ്റീവായിട്ടുള്ള പ്രവർത്തനവും മേൽനോട്ടവുമാണ് അവരുടെ ഭാഗത്തുനിന്ന് മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ വർക്ക് ലോഡ് വരുന്നതുകൊണ്ട് എന്ത് വന്നാലും എസ് ക്ക് റെഫർ ചെയ്യും, എന്ത് വന്നു കഴിഞ്ഞാലും എസ് യുടെ അഭിപ്രായം ചോദിക്കും. അങ്ങനെ വരുന്ന ഒരു വലിയൊരു കോർപ്പറേഷനുള്ള വർക്ക് ലോഡ് വരുന്നതുകൊണ്ട് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ കുറച്ച് ലാഗ് വരുന്നുണ്ട്. മനഃപൂർവ്വം ചെയ്യുന്നവർ കുറവാണ്, ബോധപൂർവ്വം ചെയ്യുക. അപ്പൊ അവരൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേരിട്ട് വന്ന് മരാമത്ത് ചെയർപേഴ്സൺ ഉണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, അതുപോലെ തന്നെ ഈ ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്. ഞങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. എന്നെക്കാൾ മുതിർന്ന ആൾക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. വ്യക്തിപരമായി പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഷെയർ ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പുതിയ തൊഴിൽ സംസ്കാരം, പുതിയൊരു നിർമ്മാണ സംസ്കാരം പടുത്തുയർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോർപ്പറേഷനിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോർപ്പറേഷനിൽ പ്രതീക്ഷിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന
ജനങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴേക്കും ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമെന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൈക്ക് തരാം. ദേവിയോട് ഒരു കാര്യം സഹകരിക്കണം. കൗൺസിലർമാർക്ക് ചില അഭിപ്രായം പറയാൻ കാണും. ഒരു കാര്യം, നമ്മുടെ കൗൺസിലില് ആവശ്യത്തിന് നമുക്ക് പ്രസംഗിക്കാം. ഇവിടെ 1 മിനിറ്റ്, അതിന് ഇഷ്ടംപോലെ സമയത്ത് നമുക്ക് ഇവിടെ നിങ്ങളെ ക്രക്സ് 1 മിനിറ്റ്. ആ സ്വാതന്ത്ര്യം എന്നാണ് പറഞ്ഞത്. ഒരു 2 മിനിറ്റ് ആണെങ്കില അല്ല, 2 മിനിറ്റ് അല്ലെങ്കിൽ എല്ലാരും പറയണമെന്ന് കാര്യം പറഞ്ഞ കാര്യം 2 മിനിറ്റ് എടുക്കണം തൽക്കാലം. പിന്നെ നമുക്ക് നോക്കാം, കൂട്ടാം. പിന്നെ അതായത് ഒരാൾ പറയുന്ന കാര്യം അതേ അനുഭവം എനിക്കുണ്ടായെങ്കിൽ ആ അനുഭവം ഒരാൾ ഷെയർ ചെയ്താൽ പിന്നെ പറയണ്ട. പിന്നെ കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക. ഒരുപാട് കാണും, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, എന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. നമുക്ക് കുറ്റപ്പെടുത്തൽ ഒഴിവാക്കി ഇനി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചർച്ച നമുക്ക് നടത്താം. പിന്നെ അത് കഴിഞ്ഞ് കോൺട്രാക്ടർമാർക്ക് സംസാരിക്കാനുണ്ടാകും. ഒരു സെക്കൻഡ് ഇപ്പോൾ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് നന്ദി. ഇത് ഞങ്ങളുടെ ഒരു ഇന്റേണൽ ഒരു യോഗമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ തന്നെ ഒരുപാട് ഞാൻ ആശയമൊക്കെ സംസാരിച്ചിട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ഇത് ഞങ്ങളുടെ ഇന്ത്യ അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയാവണം ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണ തലവൻ. വി.ഡി. സതീശനെ പോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനോടൊപ്പം വെച്ച് ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് വി രാജേഷ്. ഒരുപക്ഷെ ഭാവി മുഖ്യമന്ത്രി ആകാനും ഇദ്ദേഹം യോഗ്യനാണ്. അങ്ങനെ സംഭവിക്കാം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. നല്ലൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.